ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗ്, അതായത് രാത്രി എന്താ ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കാം ഗൈസ്. അപ്പം ഇന്നാണെങ്കിൽ ചീനിപ്പുഴുക്കായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു കേട്ടോ. ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്ട് അമ്മ ചീനി പൊളിക്കണം. ഞാൻ പൊളിച്ചില്ല, കാരണം എൻ്റെ കൈയൊക്കെ വെട്ടി മുറിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുളകും ഈ തൈരൊക്കെ വെച്ചിട്ട്. മുളകെന്ന് പറയുമ്പോൾ ഒത്തിരി മുളകാണ്, അതുകൊണ്ട് എരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് തൈരും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മ അതൊക്കെ കഴുകി വാരി അടപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അടപ്പത്ത് വെച്ചാണ് കഴിക്കുന്നത്, കാരണം കുറേ ഗ്യാസാവും. അതുകൊണ്ട് നമ്മൾ ഗ്യാസിന് ഭയങ്കര വിലയല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചമ്മന്തി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഉള്ളിയും മുളകും ഒക്കെ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് തൈരും കൂടി ഇടാമെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര എരിവാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തോ പാടിക്കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്, കാരണം എളുപ്പമാണല്ലോ. അപ്പോൾ ഇരുമ്പ് വെച്ചൊക്കെ കളിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് അമ്മ കേട്ടോ. തൈര് ഇവിടെ എപ്പോഴും സ്റ്റോക്കായിരിക്കും. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേന് വേണ്ട ഞാനായിട്ട് മിക്സിയിലിട്ടടിക്കുന്നത് ഭയങ്കര അത് മണപ്പിച്ചപ്പോൾ ഭയങ്കരമായിട്ട് മൂക്കിലോട്ട് തന്നെ കയറി കേട്ടോ. അതിൻ്റെ എരിവെല്ലാം കൂടെ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഞാൻ ഒരു വട്ടം അരച്ചിട്ടൊന്നും റെഡിയായില്ല കേട്ടോ. പിന്നെ ഞാനിട്ട് അരച്ചു, അപ്പോൾ അത് റെഡിയായി, കൊള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ചമ്മന്തി. അരച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല എരിയുണ്ട്. മൂക്കിന് തന്നെ ഗ്യാസ് കയറുന്നു കേട്ടോ. പിന്നെ കുറച്ചേ ഞാൻ എടുത്ത് കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് കുറച്ച് പയർ രാവിലത്തേന് അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ എല്ലാം കൂടെ പാടാട്. ഞാൻ എണ്ണീറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ 6 മണിക്കാണ്. എണ്ണീറ്റ് വരുമ്പോഴേ കോളേജിൽ പോകാൻ ഒരുങ്ങിയ പോവാണ്. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് രാത്രിയിൽ ഞങ്ങളിങ്ങനെ അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളവർ പറയണേ ഗൈസ്. അപ്പം അതൊക്കെ അരിഞ്ഞ് വെച്ചു. അതിനിപ്പോഴത്തേന് അമ്മ ഉണ്ട് അടുപ്പത്ത് വെച്ചത് ഊറ്റി കേട്ടോ, റെഡിയായി. അപ്പോൾ അങ്ങനെ ഊറ്റി കളഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ തിളയ്ക്കുമ്പോഴാട്ടോ ഉപ്പിടുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പാത്രത്തിലൊക്കെ വിളമ്പി കേട്ടോ. പാത്രത്തിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം മാറ്റാനാണ് കേട്ടോ പിന്നെ എടുത്ത് അവിടെ വെച്ച് കത്തിച്ചത്. അപ്പോൾ തന്നെ അതൊക്കെ ആയി. പിന്നെ കുറച്ചേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ മീൻചാറും കൂടെ എടുത്തായിരുന്നു ഞാൻ കേട്ടോ. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മീൻചാറും കൂടെ എടുത്തിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ അടിച്ച ചമ്മന്തി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ബൈ.